2024 മെയ് 1 വ്യാഴം രാശി മാറുമെങ്കിലും വ്യാഴം സൂര്യനോട് ചേർന്ന് സഞ്ചരിക്കുന്നതുകൊണ്ട് മൗഢ്യം സംഭവിച്ച് ബലമില്ലാതാകുന്നു. 2024 ജൂൺ 3 ഈ മൗഢ്യം മാറി സൂര്യൻ ബലവാനാകുന്നു. ഈ സമയത്തുള്ള ചിത്ര നക്ഷത്രക്കാരുടെ ഒരു വർഷത്തേക്കുള്ള സാമാന്യ ഫലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ചിത്ര നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ ആശ്വാസം ലഭിക്കുന്ന വർഷമാണിത്. കുടുംബത്ത് സമാധാനവും സന്തോഷവും കളിയാടും. കർമ്മരംഗം ക്രമേണ പുഷ്ടിപ്പെട്ട് അതിൽ നിന്നും വരുമാനം നേടി കഴിഞ്ഞ വർഷത്തെ കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും വീടുവാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായി കാര്യമായ ദോഷം പറയേണ്ടതില്ല. ഈ നക്ഷത്രജാതരുടെ സന്താനങ്ങൾക്ക് സാമാന്യേന പുരോഗതി ഉണ്ടാകുന്നൊരു വർഷമാണിത്. ഇവരുടെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠിക്കുവാൻ സാധിക്കും. വിദേശത്ത് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും. വിദേശത്ത് ജോലിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും തീർച്ചയായിട്ടും അത് സാധ്യമാകും. അങ്ങനെ ഇവരുടെ സന്താനങ്ങൾക്കും പ്രായേണ വളരെ ഗുണകരമായൊരു വർഷമായിരിക്കും ഇത്. പിന്നെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിലുണ്ടായിരുന്ന മാന്ദ്യമൊക്കെ ഒന്ന് മാറി ക്രമേണ ഒന്ന് പുഷ്ടിപ്പെട്ട് കുറേയൊക്കെ ധനമൊക്കെ വന്നു വരും. കഴിഞ്ഞ വർഷത്തൊക്കെ ഈ ബിസിനസ് സംബന്ധമായിട്ടുണ്ടായേക്കുന്ന ചില ബാധ്യതകളൊക്കെ ഈ വർഷം അതൊക്കെ പരിഹരിക്കപ്പെട്ട് ക്രമേണ ഒരു നല്ല ധനസ്ഥിതിയിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും സാമാന്യേന നല്ല സമയമാണെന്ന് തന്നെ പറയണം. ഈ നിലവില് സസ്പെൻഷനിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ സസ്പെൻഷനൊക്കെ പിൻവലിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പിന്നെ ഈ വീടിനടുത്തേക്കൊക്കെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതൊക്കെ കിട്ടും. അങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഈ വർഷം വളരെ ഗുണകരമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും സാമാന്യേന നല്ല സമയമാണിത്. അവർക്ക് ഇതിൽ നിന്നും ഒരു മെച്ചപ്പെട്ട രീതിയിൽ ധനം ലഭിക്കാനുള്ളൊരു സാധ്യത നമുക്ക് പറയേണ്ടതാണ്. പിന്നെ ഭൂമിയൊക്കെ ക്രയവിക്രയം നടത്തുന്നതിന് തടസ്സമില്ലാത്തൊരു സമയമാണിത്. അപ്പൊ ഈ ഭൂമിയൊക്കെ ക്രയവിക്രയം ചെയ്ത് ഇവരുടെ കുറെയൊക്കെ ഈ ബാധ്യതകൾ തീർക്കാനുള്ള ഒരു അവസരമൊക്കെ ഇവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ പുതുതായിട്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും കുഴപ്പമൊന്നുമില്ല, ഭൂമിയൊക്കെ മേടിക്കാം. പുതുതായിട്ട് ഗൃഹനിർമ്മാണത്തിന് ഉദ്ദേശിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണം തുടങ്ങാം, അതിന് കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ വന്നുവിടും, എങ്കിൽ പോലും വലിയ കുഴപ്പങ്ങൾ കൂടാതെ ഇത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ബാങ്കിൽ നിന്നൊക്കെ ലോണിനൊക്കെ അപേക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ സാമ്പത്തികമൊക്കെ കിട്ടി സ്വല്പം ഇടയ്ക്ക് ചെറിയ ക്ലേശങ്ങൾ വരുമെങ്കിലും ഇതൊക്കെ പൂർത്തീകരിക്കാനുള്ളൊരു അവസരം വന്നു കിട്ടും. പിന്നെ ഇവർക്ക് വാഹനം മേടിക്കാനും തടസ്സമില്ല. വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ പുതിയ വാഹനമൊന്നും മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമൊക്കെ മേടിക്കാനുള്ള ഒരു അവസരമുണ്ട്. പിന്നെ ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെ കുറച്ചൊക്കെ ഒരു വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പോയ വർഷത്തെ അപേക്ഷിച്ച് ഇവർക്ക് ഈ ക്ലേശങ്ങളൊക്കെ കുറഞ്ഞ് ഒരു ആശ്വാസമൊക്കെ കിട്ടി മനസ്സമാധാനമൊക്കെ കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.